അവളെ ആ സാഗർ അടിച്ചോണ്ട് പോടാ, മഹാലക്ഷ്മിയെ. സാഗർ അണ്ണനെ വിളിച്ചായിരുന്നോ? എടാ വിളിച്ചിട്ടൊന്നുമില്ല. കുറെ നേരമായി പുറത്തു പോയി അവളെ കാണാതായിട്ട്. എവിടെ പോയതാടി? അത് പിന്നെ ആ തോമസ് വൈദ്യന്റെ അടുത്ത് വരെ പോയതാ. നീ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോ കണ്ണം വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കണമെന്നില്ല. എനിക്ക് എന്റെ കണ്ണേട്ടനോട് മാത്രം എന്റെ ഭാഗം പറഞ്ഞാൽ മതി. കണ്ണേട്ടാ വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ വിളിക്കും എന്റെ ഭാര്യ എനിക്ക് കിട്ടണം. പക്ഷെ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. ഹലോ ഡോക്ടർ. ആ കണ്ണന്റെ ഭാര്യ അവിടെ തിരിച്ചെത്തിയോ? എത്തി. അയാൾ അവിടെ വന്നായിരുന്നോ? കഴിഞ്ഞ 1-2 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു മരുന്ന് കണ്ണന്റെ ഭാര്യയുടെ കൈവശം കൊടുത്തുവിട്ടിട്ടുണ്ട്. മടികൂടാതെ അത് കഴിക്കണം. തന്നെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന വാശിയില്ല തന്റെ ഭാര്യ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ആ കുട്ടി തയ്യാറാണെന്ന് കുട്ടിയുടെ സംസാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന പെൺകുട്ടികളെ ഞാനധികം കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. തന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുക എന്നത് ഒരു തപസ്സായി എടുത്തിരിക്കുക ആ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണൻ മെഡിസിനുമായി സഹകരിക്കണമെന്ന്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ അയാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ മടങ്ങി വന്നപ്പോ ഞാൻ അയാളെ വഴക്കു പറയുകയും ചെയ്തു. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ കണ്ണ. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഭാര്യയായി കിട്ടാൻ വലിയ പാടാടോ. അവൾ ഹൃദയം കൊണ്ടാ തന്നെ സ്നേഹിക്കുന്നത്. അത് കലർപ്പില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ അവൾ പ്രാർത്ഥനയോടെ തരുന്ന മരുന്നുകൾ താൻ സേവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കറിയാം ഡോക്ടറെ, ഞാൻ അതൊക്കെ അനുസരിച്ചോളാം. എന്നാ പിന്നെ ആ കുട്ടി അടുത്തേക്ക് വരുമ്പോ ഇനി ഒരു ദുരഭിമാനവും മനസ്സ് വെക്കാതെ സോറി പറഞ്ഞു. പേരിൽ മാത്രമല്ല സ്വഭാവത്തിലും അയാളൊരു മഹാലക്ഷ്മിയാണോ. കാണാം കേട്ടോ, വിളിക്കാം. ഓക്കെ ഡോക്ടർ.
ആ തോമസ് വൈദ്യരിപ്പോ വിളിച്ചായിരുന്നു. താൻ വൈകാനുണ്ടായ കാരണവും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, തന്നെ കിട്ടാതെ വന്നുകൊണ്ടാ ഞാൻ. എത്ര നാള് വേണേലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് സ്വാമി. എന്റെ കണ്ണേട്ടന് കൊടുക്കുന്ന മരുന്നിന് ഫലം കിട്ടിയാൽ മാത്രം മതി. അറിയാലോ, ആ അപകടത്തിന് ഞാൻ മാത്രമല്ല, എന്റെ സ്വാമിയും സാക്ഷിയ. മണ്ഡലകാലത്ത് കണ്ണേട്ടന് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടത്, കാലിന് സ്വാധീനം ഇല്ലാതായത്. എന്ന വർഷങ്ങൾക്ക് ശേഷം എന്നെ എന്റെ കണ്ണേട്ടന്റെ അടുത്ത് എന്റെ സ്വാമി എത്തിച്ചു. അതേ സ്വാമിയോട് ഉള്ളൊരുക്കി ഞാൻ പറയാ, എന്റെ അച്ഛൻ കാരണം ഇല്ലാതായ കണ്ണേട്ടന്റെ കാലിന്റെ സ്വാധീനം കണ്ണേട്ടന് തിരിച്ചു കിട്ടണം. ഇപ്പൊ കണ്ണേട്ടന് കൊടുക്കുന്ന മരുന്നുകള് അത്ഭുതം കാണിക്കണം. ഈ ജന്മത്തില് എനിക്കതിനപ്പുറം മറ്റൊന്നും വേണ്ട. ഒരു സുഖം, ഒരു സന്തോഷവും. അവൾ എന്ത് കള്ളങ്ങളാ മോനെ പറഞ്ഞത്? കള്ളങ്ങളല്ല പറഞ്ഞത്, നടന്ന കാര്യങ്ങളാ. കഥയുണ്ടാക്കാൻ അവള് പണ്ടേ മിടിക്കുക. എന്നാ പിന്നെ കഥ എഴുതുന്ന തൊഴിലേക്ക് അയാളെ തിരിച്ചുവിട്ടാലോ? കഥയുണ്ടാക്കാൻ അറിയാവുന്നവരെ കൊണ്ട് ആ പണി ചെയ്യിക്കുന്നതല്ലേ നല്ലത്. അവൾ എന്താ പറഞ്ഞത്? അയാള് പറഞ്ഞൊന്നും കേൾക്കാൻ ഞാൻ മെനക്കെട്ടില്ല. എന്നാ എന്നോട് പറയേണ്ടവര് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചാണെങ്കിലോ? എടാ, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ നീ പറയരുത്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു ആണല്ലേടാ. എന്റെ ഉണ്ണിയേട്ടനാണ് തന്നെയാ, താനാ അങ്ങനെ അല്ലാത്ത. എന്നെ തോമസ് വൈദ്യർ വിളിച്ചിരുന്നു. അമ്പലത്തിൽ പോയിട്ട് മഹി വൈദ്യരുടെ അടുത്തേക്ക് പോയത്. ഓ, അത് ശരി. അപ്പോ ഇപ്പൊ വൈദ്യരുമായിട്ടാണോ അവള് കമ്പനി? അയാള് വയസ്സും പ്രായമൊക്കെ ചെന്ന ആളല്ലേ? അമ്മയായി പോയി. അല്ലെങ്കിൽ ഈ സംസാരത്തിലുള്ള മറുപടി ഞാൻ തന്നേനെ. വൈദ്യരുടെ അടുത്തേക്ക് അവള് പോയതെങ്കിൽ അത് വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ ഞാൻ പോകണ്ടെന്നേ പറയൂ.
അമ്പലത്തിൽ തൊഴുത സമയത്ത് അയാൾക്ക് വൈദ്യനെ കാണണമെന്ന് തോന്നി. അതുകൊണ്ട് എന്റെ അടുത്ത് പോലും ചോദിക്കാതെ അയാൾ അങ്ങോട്ട് പോയത്. ഇത്ര മനോഹരമായിട്ട് കള്ളം പറയുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. അയാളല്ലല്ലോ അതിന് ഇതൊക്കെ പറഞ്ഞത്. തോമസ് വൈദ്യൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ടാ മഹി അവിടെ ചെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇത്തവണയും രക്ഷപ്പെട്ടു അല്ലേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് കണ്ട ശേഷം ഈ വീട്ടിലെ ഇളയ മരുമകളുടെ സന്തോഷം. എന്നെ പോലൊരാളാണല്ലോ ഇവൾക്ക് ഭർത്താവായി വരുന്നത്. അതുകൊണ്ട് എന്റെ പോരായ്മകളെന്നും ഇയാളെ വേട്ടയാടുമെന്നായിരുന്നു. എന്നാ കല്യാണം കഴിഞ്ഞപ്പോ കഥ മാറി. കരുണ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. അതുകൊണ്ട് പിന്നെ എന്ത് വൃത്തികെട്ട കളി കളിച്ചിട്ടായാലും ഇയാളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന ചിന്ത കരുണയിൽ മാത്രമല്ല, എല്ലാവരിലും ശക്തി പ്രാപിച്ചു. അതുകൊണ്ടൊരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് ഞങ്ങളെ രണ്ടാക്കി ആണി തറയ്ക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കല്യാണത്തോടെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാല് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ഒരു ലോട്ടറിയാ. ഇയാളെ വിവാഹം കഴിക്കുന്നത് എന്നെ പോലെ പോരായ്മകളുള്ള ആളായാലും അല്ലാത്ത ആളായാലും അവൻ ഭാഗ്യവാനാണെന്നേ ഞാൻ പറയൂ. അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലേ നീ അവരെ കൊന്നു കൊല വിളിക്കുമല്ലോ. ഇവിടെ എന്താ ഇവളുടെ കാര്യത്തിൽ മാത്രം ആ സ്വഭാവത്തിന് മാറ്റം വന്നേ? അമ്മ പറഞ്ഞ ശരിയാ. ആരെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും എനിക്ക് ദേഷ്യം വരും. എന്നാ അതിന്റെ കാരണം കൃത്യമായി എന്നെ ധരിപ്പിച്ചാൽ, പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ പിന്നെ ആരെ വിമർശിക്കാറില്ല. ഇവിടെ ഇയാൾ ലേറ്റായതിന്റെ കാരണം, ഫോൺ എടുക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഇയാളല്ല, തോമസ് വൈദ്യർ എന്നോട് പറഞ്ഞത്. അവിടെ ഇയാളുടെ ഭാഗത്ത് ന്യായം എനിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ വിശദീകരണമൊന്നും ആരുടെ ഭാഗത്തുനിന്ന് വേണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇയാളെ തള്ളിക്കളയാനല്ല, ഇയാളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇയാൾ എന്നെ മടുത്തിട്ട് പോണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വേദനയോടെയാണെങ്കിലും യാത്രയാക്കും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാത്തിടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ. ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഇയാൾ പോകാൻ പോകുന്നില്ല. എന്നുവെച്ചാ കണ്ണനുള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടാവും, കൃഷ്ണനുള്ളിടത്ത് രാധ ഉള്ളതുപോലെ. എന്റെ ജീവിതത്തില് ഇങ്ങനൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിന്റെ അടുത്ത് നിൽക്കുന്നവനാ? അവൻ മണ്ടനല്ലേ? എന്നാ കേട്ടോ, അവൻ മണ്ടനായതുകൊണ്ടാണ് നിന്നെ തിരുത്താത്തത്. അങ്ങനെ തിരുത്താത്തിടത്തോളം കാലം ഇവന്റെ ജീവിതമായിരിക്കും അധോഗതിയിലേക്ക് പോകുന്നതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. ആന ചെവിയാ, എന്തു പറഞ്ഞാലും കേൾക്കും. എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ. കേൾക്കേണ്ടത് എല്ലാരും കേട്ടല്ലോ.
ഇനി ആരോടും എനിക്കൊന്നും പറയാനില്ല. ഈ നരകത്തിൽ നിന്ന് എന്ന് രക്ഷപ്പെടുന്ന ഞാൻ ആലോചിക്കുന്നത്. എത്ര വലിയ വീടാന്ന് പറഞ്ഞാലും ഈ വീട്ടിലെ രാജാവ് അയാളല്ലേ. നമ്മളെല്ലാരും അയാൾക്ക് അടിമകളല്ലേ. അമ്മ പോലും എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നവൾക്ക് വീരാളി പട്ടം കൊടുത്ത് അയാൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിയുന്നവരെ താക്കീത് ചെയ്യുന്നു. ഉണ്ണിയേട്ടന് പോയി ചത്തൂടെ? മോളെ, അമ്മേ, എന്നെ കാണാനില്ല എന്നുള്ള വാർത്ത അമ്മ അറിഞ്ഞായിരുന്നോ? ഞാനിടയ്ക്ക് മോളെ വിളിക്കുകയും ചെയ്തു. കിട്ടാതെ വന്നപ്പോ ആകെ ഭയന്നു പോയി മോളെ. ഞാൻ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോയതായിരുന്നു അമ്മേ. പെട്ടെന്ന് അമ്പലത്തിൽ ചെന്നപ്പോ എനിക്ക് അങ്ങോട്ട് പോണെന്ന് തോന്നി. കണ്ണേട്ടനോട് പറഞ്ഞാ ഇപ്പൊ അങ്ങോട്ട് പോണ്ടാന്നേ പറയൂ. അതുകൊണ്ടാ പറയാതെ പോയത്. ഞാൻ ശരിക്കും വിഷമിച്ചു പോയി മോളെ. അതെ, മോളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവിടെ ചിലർക്കൊക്കെ വലിയ സന്തോഷായിരുന്നു. അവര് കുറച്ചുകൂടി സന്തോഷിക്കട്ടെ. മോള് വന്ന വിവരം ഞാൻ പറയാനൊന്നും പോകുന്നില്ല. ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോണെന്ന് പ്രാർത്ഥിക്കുന്നവര് അങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ല. എന്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാലും ഇല്ലെങ്കിലും ശരി, കണ്ണേട്ടനല്ലാതെ മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മരണം വരെ എന്റെ താലിക്കൊരു കോട്ടം തട്ടാനും പോകുന്നില്ല. എനിക്കത് എന്നെയും എന്റെ അമ്മയും കണ്ണേട്ടനെയും മാത്രം വിശ്വസിപ്പിച്ചാ മതി. ബാക്കി ആരെന്തും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ശരി അമ്മേ. ശരി മോളെ. ഇത്രയും നേരമായിട്ട് വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. അവള് പൊടിയും തട്ടി തൂത്ത് ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയി കാണും. അത് 100% സത്യമാണമ്മേ. അല്ലെങ്കിൽ ഇത്രയും സമയമൊക്കെ അവളെ പറ്റി ഒരു വിവരമില്ലാണ്ടിരിക്കുവോ? ആ എടാ, മോളെ ഒന്ന് വിളിക്കടാ. എന്തായി വിവരമെന്നറിയാലോ. അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോ മോളുടെ വിളി ഇങ്ങോട്ട് വരുന്നു. എടുക്കെടുക്ക. മോളെ എന്തായി? ഓ എന്താവാനാ, എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അവൾ എത്തി. എത്തിയോ? അവൾ എവിടെയായിരുന്നു മോളെ ഇത്ര നേരം? അവള് കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കുറെ കള്ള കഥകളുമായിട്ട്. വൃത്തികെട്ട കണ്ണൻ നിന്നിട്ട് അവളെ അകത്തോട്ട് കയറ്റിയോ? അകത്ത് കയറ്റിന്ന് മാത്രമല്ല, അയാൾക്കിപ്പോ അവളോട് ആരാധന കൂടിയിരിക്കുക. അതെന്താ മോളെ അങ്ങനെ? ഓ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മണ്ടൻ പിടി. ഇവനൊക്കെ പോയെന്ന് ചത്തൂടെ? എല്ലാ സന്തോഷവും പോയി ഒറ്റ നിമിഷം കൊണ്ട്. അവളുടെ കണ്ണൻ സാറിനെ എഴുന്നേപ്പിച്ച് നടത്താൻ വേണ്ടിയല്ലേ ഓടി നടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ നടത്തിയത് കൊണ്ട് അയാള് പിന്നെ അവളെ സ്നേഹിക്കാതിരിക്കുവോ? അയാളുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാ അവള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോളെ അവള് മടങ്ങി വന്നല്ലേ? ഓ എന്തോ പച്ചില മരുന്നോ എന്നൊക്കെ ആയിട്ട് അവളെത്തിന്നു.
മോള് വൈദ്യരെ കാണാൻ പോയതായിരിക്കും. എന്ന് വെച്ച് നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. ഈ വൈദ്യരെ ഇനി ആളെങ്ങനെയുണ്ടെന്ന് ആർക്കറിയാം? ആ പ്രായം ചെന്ന മനുഷ്യനെങ്കിലും ഒന്ന് വെറുതെ വിടമ്മേ. അവള് ആ സാഗറിനൊപ്പം ചുറ്റിയടിച്ചിട്ട് മരുന്നുമായിട്ട് ചെന്നതാ കണ്ണന്റെ ശ്രദ്ധ തിരിക്കാൻ. എന്റെ മോൾ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു സ്വഭാവം അവൾക്കില്ല. നീ നിന്റെ മോളെ പാടി പോയിട്ടാതെ കേറി പോടിയകത്ത്. മിക്കവാറും മരുന്ന് കൊണ്ട് കൊടുത്ത് നിന്റെ മോളുണ്ടല്ലോ നിന്റെ മരുമോനെ കൊല്ലും. ആ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.